ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പൊ നമ്മുടെ ഒക്ടോബർ 8-നാണ് ഫസ്റ്റ് ഇയർ ഡിഫാം എക്സാം നടക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ സമയം കുറവാണ്. അപ്പോൾ ഈ ഒരു ഉള്ള സമയം നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഡിലേ ഒന്നും കൂടാതെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കിടക്കാം. സ്ലൈഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. സോ നമ്മുടെ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 3 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യത്തെ സെക്ഷൻ അല്ലെങ്കിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഒരു 20 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു ഭാഗമാണ്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 20 എണ്ണത്തിനായിട്ട് 20 മാർക്കാണ് ഈ പാർട്ട് 1 അല്ലെങ്കിൽ സെക്ഷൻ 1 എന്ന ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു 11 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണുള്ളത്. അതിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ മതിയാവും. ഒരെണ്ണം നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ, മൂന്നാമത്തെ സെക്ഷൻ അഥവാ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 7 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള 6 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരെണ്ണം നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് ഉള്ളത്. ഈ 3 സെക്ഷൻസിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോ അല്ല, മറിച്ച് ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് അഥവാ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആണ് ഏറ്റവും ടഫസ്റ്റ്. ബിക്കോസ് ഈ ഓരോ ക്വസ്റ്റ്യനും ഒരു കറക്റ്റ് ആൻസർ ആണ് ഉള്ളത്. ഇപ്പോ 5 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അത് റിലേറ്റഡ് കുറച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായിട്ടുള്ള ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിന് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചാലേ പറ്റുള്ളൂ. സോ നമ്മൾ ഇവിടെ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസിലാണ്. ഇപ്പൊ ഇത് ജാനുവരി 2025 നടന്ന റെഗുലർ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, ഈ 20 എണ്ണം പഠിച്ചതുകൊണ്ട് നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പൊ 20 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കൂടി അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. മിക്കപ്പോഴും കുട്ടികൾക്കുള്ള ഉള്ള ഒരു പ്രോബ്ലം, അവർ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിലൂടെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് that is which is the bone which bone of pectoral girdle which articulates with humerus. അതായത് നമ്മുടെ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ബോണുകളാണ് പെക്ടോറൽ ഗേർഡിൽ വരുന്നത്. അതേതൊക്കെയാണ്? സ്കാപ്പുല, അതേപോലെ തന്നെ ക്ലാവിക്കിൾ. ഈ 2 ബോണാണ് പെക്ടോറൽ ഗേർഡിൽ വരുന്നത്. വേണമെങ്കിൽ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെ ബോണുകളാണ് പെക്ടോറൽ ഗേർഡിൽ വരുന്നത്? സോ സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ, ആ 2 പേര് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. പെക്ടോറൽ ഗേർഡിലെ ഏത് ബോണാണ് നമ്മുടെ ഹ്യൂമറസ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഏതാണ്? ആകെ 2 ബോണേ പെക്ടോറൽ ഗേർഡിലുള്ളൂ, സ്കാപ്പുലയും ക്ലാവിക്കിളും. ക്ലാവിക്കിൾ ഇവിടെ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കോളർ ബോൺ ആണ്. അതൊരിക്കലും ഈ പറയുന്ന ഹ്യൂമറസ് ആയിട്ട് ബൈൻഡ് ചെയ്യില്ല. ഹ്യൂമറസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ തോളല്ല, അഥവാ സ്കാപ്പുല. ഓക്കെ, നമ്മൾ ഷോൾഡർ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന ബോൺ ആണ്. ഈ ഷോൾഡർ ബ്ലേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ബോൺ ഏതാണ് എന്ന് നമുക്ക് വേറെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം.
സോ ഷോൾഡർ ബ്ലേഡ് എന്നറിയപ്പെടുന്നത് സ്കാപ്പുല. അപ്പൊ ഈ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് 2 എക്സ്ട്രാ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടി. ഒന്ന്, പെക്ടോറൽ ഗേർഡിലെ ബോൺസ് ഏതൊക്കെ? സിമ്പിൾ ആണ്, ക്ലാവിക്കുലം, സ്കാപ്പുലയും. പിന്നെ സ്കാപ്പുലയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ഷോൾഡർ ബ്ലേഡ്. ദെൻ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ, പെക്ടോറൽ ഗേർഡിലെ ഏത് ബോൺ ആണ് ഹ്യൂമറസ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് സ്കാപ്പുല. പിന്നെ ഈ ഒരു സ്കാപ്പുലയും ഹ്യൂമറസും തമ്മിലുള്ള ജോയിന്റിനെ പറയുന്ന പേര് ഗ്ലെനോ ഹ്യൂമറൽ ജോയിന്റ്. ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനിയിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തൊറാസിക് കേജ് കൺസിസ്റ്റ് ഓഫ് എത്ര പെയർ ഓഫ് റിബ്സ് ആണ് തൊറാസിക് കേജിലുള്ളത്? തൊറാസിക് കേജിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? എനിവൺ? ആരെങ്കിലും? പോട്ടെ. തൊറാസിക് കേജിന് പറയുന്ന പേര് റിബ് കേജ്. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് തൊറാസിക് കേജ് എന്ന് പറഞ്ഞാവില്ല, റിബ് കേജില് എത്ര പെയർ ബോണുകളുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിന് ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ, സിനോണിംസ് ഉണ്ടെങ്കിൽ അതെല്ലാം പഠിക്കാം. കാരണം ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തൊറാസിക് കേജിന് പറയുന്ന മറ്റൊരു പേരാണ് റിബ് കേജ്. ഫസ്റ്റ് ഓഫ് ഓൾ, തൊറാസിക് കേജില് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ ചേരുമ്പോഴാണ് തൊറാസിക് കേജ് അഥവാ റിബ് കേജ് ഉണ്ടാവുക? അത് നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. തൊറാസിക് കേജ് കൺസിസ്റ്റ് ഓഫ്, അങ്ങനെ മാത്രം ചോദിക്കും. അപ്പൊ നമ്മൾ അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് എഴുതണം. അതിൽ ആരൊക്കെ വരും? ഒരു 12 പെയേഴ്സ് ഓഫ് റിബ്സ് വരും. അതായത് 12 പെയർ റിബുകളുണ്ട്, 12 പെയർ തൊറാസിക് വേർട്ടിബ്ര ഉണ്ട്, ദെൻ നമ്മുടെ സ്റ്റേർണം ഉണ്ട്. ഈ 3 ആൾക്കാർ ചേരുന്നതാണ് തൊറാസിക് കേജ് അഥവാ റിബ് കേജ്. ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? തൊറാസിക് കേജില് എത്ര പെയർ റിബുകളുണ്ട്? റിബുകൾ നോക്കാം. മെയിൻ ആയിട്ടും 12 പെയർ റിബുകളാണ് ഉള്ളത്. ഈ 12 പെയർ റിബുകളിൽ തന്നെ ചെറിയൊരു സബ് ക്ലാസ് ഉണ്ട്. നമുക്ക് അതും കൂടെ പറഞ്ഞു പോവാം. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് ട്രൂ റിബ്സ് എത്ര എണ്ണം, ഫാൾസ് റിബ്സ് എത്ര എണ്ണം, ഫ്ലോട്ടിംഗ് റിബ്സ് എത്ര എണ്ണം. അപ്പൊ ഈ 3 ടേമും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആകെ മൊത്തം 12 പെയർ റിബുകളാണ് തൊറാസിക് കേജിൽ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാനായിട്ട് പറ്റും. 12 എണ്ണവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് പെയർ, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, ഫോർത്ത് പെയർ, അങ്ങനെ 12 പെയേഴ്സ്. ഇതില് ആദ്യത്തെ 7 പെയറുകള് ട്രൂ റിബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഈ ആദ്യത്തെ 7 പെയറുകള് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റേർണം എന്ന ബോണില്, നമ്മുടെ ചെസ്റ്റ് ബോൺ, സ്റ്റേർണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ചെസ്റ്റ് ബോൺ. ഓക്കെ, ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺ വേണമെങ്കിൽ അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേർണത്തിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് ബോണിന്റെ പേരെന്ത്? അതെന്താണ്? സ്റ്റേർണം. അപ്പൊ സ്റ്റേർണമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 7 പെയർ റിബുകളെ നമ്മൾ പറയും ട്രൂ റിബ്സ്. ഇനി 8ാമത്തെ, 9ാമത്തെ, 10ാമത്തെ, 11ാമത്തെ, 12ാമത്തെ ഈ പെയർ റിബുകൾ നിങ്ങൾ നോക്കിയാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേർണമായിട്ട് അറ്റാച്ച്ഡ് ആണോ? ഈ 8, 9, 10, 11, 12 അല്ല അല്ലെ? ഇത് ആക്ച്വലി ഈ ഒരു 7ാമത്തെ റിബിന്റെ കോസ്റ്റൽ കാർട്ടിലേജ് ആയിട്ടാണ് ബാക്കി വരുന്ന 8, 9, 10, 11, 12 ഈ പറയുന്ന റിബുകൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ഡയറക്ട്ലി സ്റ്റേർണമായിട്ട് അറ്റാച്ച്ഡ് ആവാത്ത പെയർ ഓഫ് റിബ്സിനെ പറയുന്ന പേരാണ് ഫാൾസ് റിബ്സ്. ഇനി ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ 11ാമത്തെയും 12ാമത്തെയും റിബുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബാക്കിൽ കാണുന്ന 11ഉം 12ഉം ഇത് ആക്ച്വലി സ്റ്റേർണമായിട്ട് ഒരു വിധത്തിലും കണക്ഷൻ ഇല്ല.
കാർട്ടിലേജ് വഴി സ്റ്റേണമായിട്ട് കണക്റ്റഡ് അല്ല, ഡയറക്ട്ലി സ്റ്റേണമായും കണക്റ്റഡ് അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ റിബ് എന്നുള്ള ഒറ്റ ഒരു ആൻസറിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കുക. അപ്പോൾ ട്രൂ റിബ്സ് ഉണ്ട്, ഫാൾസ് റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. മൂന്നും എന്താണ് എന്നുള്ളത് കൂടി പഠിച്ചു വെക്കാം. അടുത്ത ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണമായി കണക്ട് ആയിരിക്കുന്ന റിബുകളെ വിളിക്കുന്ന പേരെന്ത്? കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അത്തരം റിബുകളെ വിളിക്കുന്ന പേരാണ് ട്രൂ റിബുകൾ. ഇനി സ്റ്റേണമായി കോസ്റ്റൽ കാർട്ടിലേജ് വെച്ചിട്ട് കണക്ട് ആയിരിക്കുന്ന റിബുകളുടെ പേര് ദാറ്റ് ഈസ് ഫാൾസ് റിബ്സ്. ഇനി വേറൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തൊറാസിക് കേജില് സ്റ്റേണമായിട്ട് ഒരു രീതിയിലും കണക്ട് ചെയ്യാത്ത റിബുകളെ പറയുന്ന പേര് അതാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, അപ്പോ 12 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ് തൊറാസിക് കേജിൽ വരുന്നത് അഥവാ റിബ് കേജിൽ വരുന്നത്. തൊറാസിക് കേജ് അഥവാ റിബ് കേജ് ചെയ്തിരിക്കുന്നത് 3 ആൾക്കാരെ കൊണ്ടാണ്. ഒന്ന് സ്റ്റേണം, ദെൻ 12 പെയർ റിബുകൾ, 12 പെയർ തൊറാസിക് വെർട്ടിബ്രേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വോളിയം ഓഫ് ബ്ലഡ് പമ്പ് ഫ്രം ഹാർട്ട് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡിനെ പറയുന്ന പേരെന്ത്? കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ചോദിക്കാം. കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് ചോദിക്കാം, അത് പഠിച്ചു വെക്കുക. ഒരു 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പോൾ ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡ്. കാർഡിയാക് ഔട്ട്പുട്ടിന്റെ നോർമൽ വാല്യൂ പഠിച്ചു വെക്കുക. അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 4 to 8 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ളതാണ് കാർഡിയാക് ഔട്ട്പുട്ടിന്റെ നോർമൽ വാല്യൂ. അതായത് ഒരു മിനിറ്റ് 4 മുതൽ 8 ലിറ്റർ വരെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യാം. സ്ട്രോക്ക് വോളിയം എന്താണ്? അടുത്ത ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റോളിന്റെ സമയത്തും, സിസ്റ്റോൾ എന്താണ്? നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുക. ഓരോ സിസ്റ്റോളിന്റെ സമയത്തും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഇജക്ട് ചെയ്യുന്ന, പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. സ്ട്രോക്ക് വോളിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ? അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഏതൊക്കെയാണ്? പ്രീ ലോഡ്, ആഫ്റ്റർ ലോഡ്, കൺട്രാക്ടിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വഴി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, നോർമൽ വാല്യൂ പഠിക്കുക, കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ പഠിക്കുക, ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ഹാർട്ട് റേറ്റിന്റെ നോർമൽ വാല്യൂ എന്താണ്? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഒരു വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഡ്യൂറിങ് സിസ്റ്റോൾ ഈസ് നോൺ ആസ് ഡാഷ്. നമുക്ക് എഴുതാൻ പറ്റണം സ്ട്രോക്ക് വോളിയം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഒരു പാർട്ട് ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് പാർട്ടിനെയാണ് ഉദ്ദേശിക്കുക? ഈ ഒരു പാർട്ട് നമ്മുടെ ലാരിങ്സിൽ നിന്ന് ലങ്സിന്റെ അപ്പർ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമാണ്. അതേതാണ്? ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ടും വരുന്ന പാർട്ടുകളുടെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കാം. അങ്ങനെ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആദ്യം റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? നോസ് ആണ്. ഓക്കെ, അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതായിരിക്കും.
നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം ഏത്? അപ്പൊ നോസ് കഴിഞ്ഞാൽ വരുന്ന ഭാഗം ഫാരിങ്സ്, ഫാരിങ്സ് കഴിഞ്ഞാൽ വരുന്നത് ലാരിങ്സ്. ഇവിടെ ലാരിങ്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? വോയിസ് ബോക്സ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗം ഏതാണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ലാരിങ്സ്. അല്ലെങ്കിൽ വോയിസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന റെസ്പിറേറ്ററി പാർട്ട് ഏതാണ്? ഇറ്റ്സ് ലാരിങ്സ്. ലാരിങ്സിന് ശേഷം കാണുന്ന ഭാഗമാണ് ട്രക്കിയ. ട്രക്കിയയ്ക്ക് പറയുന്ന പേര് വിൻഡ് പൈപ്പ്. ഓക്കെ, ഈ ട്രക്കിയയ്ക്ക് ശേഷം ബ്രോങ്കസ്. ബ്രോങ്കസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണ്. ഇതിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ബ്രോങ്കൈ. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ബ്ലൂ പോർഷൻ, ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ട്രക്കിയ. ട്രക്കിയ മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അതാണ് പ്രൈമറി ബ്രോങ്കൈ. ബ്രോങ്കൈയുടെ എൻ പോർഷനെ ബ്രോങ്കിയോൾസ് എന്ന് പറയും. ദെൻ അത് ലങ്സിലേക്കാണ് കയറി ചെല്ലുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാരിങ്സ് മുതൽ ലങ്സിന്റെ അപ്പർ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗം ഏതാണ്? ഏതായിരിക്കും ഈ ഒരു ട്രക്കിയ? കാരണം ലാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഏതാണ്? ട്രക്കിയ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. ദെൻ ലാരിങ്സിന് പറയുന്ന പേര് വോയിസ് ബോക്സ്. കാരണം വോയിസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ട്രക്കിയയ്ക്ക് പറയുന്ന പേര് വിൻഡ് പൈപ്പ്. ഈ ഓർഡർ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോർഷൻ നോസ്. ഇനി ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ലങ്ങിന്റെ ഭാഗം ഏതാണ്? ആൽവിയോളൈ. ഇനി നമുക്ക് അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന സലൈവറി എൻസൈം ഏതാണ്? സലൈവറി അമൈലേസ് ആണ്. ഇപ്പൊ ഈ ഒരു ചാർട്ട് നോക്കാം. കാർബോഹൈഡ്രേറ്റ് നമുക്ക് മെയിൻ ആയിട്ടും മൂന്ന് തരം, നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ മെയിൻ ആയിട്ടും മൂന്ന് കമ്പോണൻസ് ആണ് വരുന്നത്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് അമൈലേസ്. സലൈവയിൽ കാണുന്ന അമൈലേസിനെ സലൈവറി അമൈലേസ് എന്ന് പറയും. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന അമൈലേസിനെ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയും. ഓക്കെ, അപ്പോ സ്ഥലം മാറുന്ന അനുസരിച്ച് അമൈലേസിന്റെ പേര് മാറുമെന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഓർക്കാം, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന മെയിൻ എൻസൈം അമൈലേസ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സലൈവറി എൻസൈം, സലൈവയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഏത്? അതായതായിരിക്കും സലൈവറി അമൈലേസ്. ഇനി നേരെ മറിച്ച് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഏത്? പാൻക്രിയാറ്റിക് അമൈലേസ്. ഓക്കെ, ദെൻ അത് കൂടാതെ സൂക്രേസ്, ഐസോമാൾട്ടേസ്, മാൾട്ടേസ്, ലാക്ടേസ്, ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ബ്രഷ് ബോർഡർ എൻസൈംസ് ആണ്. അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ മൈക്രോവില്ലയിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസുകളാണ് സൂക്രേസ്, ഐസോമാൾട്ടേസ്, മാൾട്ടേസ്, ലാക്ടേസ് എന്നൊക്കെ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. ബ്രഷ് ബോർഡർ എൻസൈംസ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പൊ നമുക്ക് ഈ പറയുന്ന സൂക്രേസ്, മാൾട്ടേസ്, ലാക്ടേസ്, ഐസോമാൾട്ടേസ് ലിസ്റ്റ് ചെയ്താൽ മതി. ഇനി പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെ? പെപ്സിൻ, ട്രിപ്സിൻ, പെപ്റ്റിഡേസ്. പെപ്സിൻ റിലീസ് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. പെപ്സിൻ റിലീസ് ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെപ്സിനോജൻ ആണ്. പെപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്. HCl-ന്റെ പ്രസൻസിൽ പെപ്സിനോജൻ പെപ്സിനായി മാറും. ഇത് പഠിച്ചു വെക്കാം, ബിക്കോസ് ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഗ്യാസ്ട്രിക് ജ്യൂസില് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രീഷനിൽ ഉള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഏത്? അത് പെപ്സിൻ ആണ്. ഇനിയിപ്പോ ചോദിക്കാം, പെപ്സിന്റെ ഇനാക്റ്റീവ് ഫോം ഏതാണ്? അത് പെപ്സിനോജൻ ആണ്. ഇനി പെപ്സിനോജൻ പെപ്സിനായി മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്?
ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. ഇനി അടുത്ത ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ട്രിപ്സിൻ. ട്രിപ്സിൻ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഇന്റസ്റ്റൈനിലേക്കാണ് ട്രിപ്സിൻ വരുന്നത്. സോ ട്രിപ്സിനും ഈ പറയുന്ന പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാണ്. പെപ്റ്റിഡേസ് ഓൾസോ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാണ്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഫോം ഏതാണ്? അമിനോ ആസിഡ്. വേണമെങ്കിൽ അതെല്ലാം വൺ വേർഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷന് ശേഷം നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഫോം ഏതാണ്? അത് ഗ്ലൂക്കോസ് ആണ്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അമിനോ ആസിഡ്സ്. ഇനി ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫോം എന്താണ്? ഫാറ്റി ആസിഡ്സ്. ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ലിപ്പേസ്. ഇതിപ്പോ ഗ്യാസ്ട്രിക് ആസിഡിലുള്ള ലിപ്പേസ് ആണെങ്കിൽ നമ്മൾ പറയും ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഓക്കെ, ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ലിപ്പേസിന്റെ പേരെന്ത്? അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന ഫാറ്റ് ഡൈജസ്റ്റിംഗ് അല്ലെങ്കിൽ ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈമിന്റെ പേരെന്ത്? അത് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഓക്കെ, അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടി. ഇവിടെ മറ്റൊരു സമ്മറി കൊടുത്തിരിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ ജസ്റ്റ് ഒരു സമ്മറി പോലെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു. മൗത്തിൽ വെച്ചിട്ട് ഈ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആരുണ്ടാവും? സലൈവറി അമൈലേസ്. അടുത്ത ഒരു വൺ വേർഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മൗത്തില് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏത്? ഇറ്റ്സ് നത്തിങ് ബട്ട് സലൈവറി അമൈലേസ്. സ്റ്റൊമക്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ അത്ര നടക്കുന്നില്ല. പകരം പ്രോട്ടീൻ ഡൈജഷൻ ആണ് സ്റ്റൊമക്കിൽ കൂടുതലായിട്ടും നടക്കുന്നത്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനില് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ട്. മാത്രമല്ല സ്മോൾ ഇൻറ്റസ്റ്റൈനില് സ്മോൾ ഇൻറ്റസ്റ്റൈനില് നമുക്ക് ബ്രഷ് ബോർഡർ എൻസൈംസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ്. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു കാർബോഹൈഡ്രേറ്റിനെ മോണോസാക്കറൈഡ് ഫോമിലേക്ക് മാറ്റും. മോണോസാക്കറൈഡ് ഫോമിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഏത് ഫോമാണ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുക? അത് മോണോസാക്കറൈഡ് ഫോം ആണ്. ബ്രാക്കറ്റിൽ നിങ്ങൾ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. പഠിക്കുന്ന ഓരോ കാര്യവും ഓരോ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട്, അതായത് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ റൈറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 20 മാർക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഓരോ ഭാഗത്തും റിലീസ് ചെയ്യുന്ന എൻസൈമുകളുടെ പേര് കൊടുത്തിരിക്കാം. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഏത് രീതിയിൽ വൺ വേർഡ് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഇപ്പൊ മൗത്തിലാണെങ്കിൽ സലൈവറി അമൈലേസ്, അത് എന്തിന്റെ ഡൈജഷൻ ഉള്ളതാണ്? കാർബോഹൈഡ്രേറ്റിന്റെ. സ്റ്റൊമക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും വരുന്നുണ്ട്, പെപ്സിനും വരുന്നുണ്ട്. പെപ്സിൻ റിലീസ് ചെയ്യുന്നത് പെപ്സിനോജൻ ഫോമില്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലും കുറെ ജ്യൂസസ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് വരുന്നുണ്ട്. ലാക്ടേസ്, മാൾട്ടേസ്, സൂക്രേസ്, ഐസോമാൾട്ടേസ്. ഇതെല്ലാം ബ്രഷ് ബോർഡർ എൻസൈംസ് ആണ്. എന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മൈക്രോവില്ലൈ അവിടെ കാണുന്ന എൻസൈംസുകളാണ്. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസുകളാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിപ്പിഡ് അഥവാ ഫാറ്റിന്റെ ഡൈജഷന്. പാൻക്രിയാറ്റിക് അമൈലേസ് ഫോർ ദ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ദെൻ ട്രിപ്സിൻ.
ട്രിപ്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രോട്ടീൻ ഡൈജഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്താണ്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്താണ്? ഒരു നെർവും മസിലും തമ്മിൽ നടക്കുന്ന ഒരു സൈറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതായിരിക്കും. അതായത് നെർവ് ആൻഡ്, അതായത് ഒരു ന്യൂറോണും മസിലും തമ്മിലുള്ള സൈറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പേരെന്ത്? ഇറ്റ്സ് നത്തിങ് ബട്ട് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഇനി അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? അസറ്റൈൽ കൊളിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. RBC പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന കിഡ്നി ഹോർമോൺ ഏത്? എറിത്രോപോയറ്റിൻ. പേര് വെച്ചാണെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എറിത്രോപോയിസിസ്. എറിത്രോപോയിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC പ്രൊഡക്ഷൻ. ഓക്കെ, RBC പ്രൊഡക്ഷന്റെ പേരെന്ത്? എറിത്രോപോയിസിസ്. ഇനി അതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കിഡ്നി ഹോർമോൺ ഏത്? എറിത്രോപോയറ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ്സ് തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്കറിയാം, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഉണ്ട്. ഇവര് രണ്ടുപേരും ഒരുപാട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നവരാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി വേറെ ഏതൊക്കെ ഹോർമോൺ ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് നമുക്കൊരു നിമോണിക് പരിചയപ്പെടാം. ഫ്ലാറ്റ് പിഗ് എന്ന് ഓർത്തു വെക്കാം. F stands for FSH, follicle stimulating hormone. L stands for LH, luteinizing hormone. A stands for ACTH, adrenocorticotropic hormone. And T stands for TSH, thyroid stimulating hormone. And P stands for പ്രൊലാക്ടിൻ. PRL എന്ന് കൊടുത്തിരിക്കുന്നത് പ്രൊലാക്ടിൻ. ആൻഡ് G സ്റ്റാൻഡ്സ് ഫോർ ഗ്രോത്ത് ഹോർമോൺ, GH. ഇതെന്തായാലും പഠിക്കണം. ബിക്കോസ് ഇപ്പൊ ഇവിടെ ചോദിച്ച പോലെ തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏത്? ഇതേപോലെ ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മിൽക്ക് പ്രൊഡക്ഷന് റെഗുലേറ്റ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? ഏതായിരിക്കും? പ്രൊലാക്ടിൻ. ഇനി മസിൽ ഗ്രോത്ത്, സ്കെലിറ്റൽ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഗ്രോത്ത് ഹോർമോൺ. നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കാം. വളരെ സമ്മറൈസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഒരു ചാർട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകൾ, ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്. ആന്റീരിയർ ലോബ് മെയിൻ ആയിട്ടും 6 ഹോർമോണിനെ തരുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ പേര് പോലെ തന്നെ നമ്മുടെ മസിൽ, ബോൺസ്, ഇതിന്റെ എല്ലാം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതായിരിക്കും. മസിൽ ഗ്രോത്തിന്, ബോൺ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? ഇനി അടുത്തത് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണിന്റെ സെക്രീഷൻ കിട്ടും. ഇനി ലൂട്ടിനൈസിങ് ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ലൂട്ടിനൈസിങ് ഹോർമോണ് ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രോജന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ഇനി മെയിൽസിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ലൂട്ടിനൈസിങ് ഹോർമോൺ. ഇനി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പേര് പോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഇനി FSH. FSH എന്താ ചെയ്യുന്നത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. വിമനിലാണെങ്കിൽ ഇവര് ഓവത്തിന്റെ പ്രൊഡക്ഷൻ, എക്സെൽ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവം പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യും.
ഇനി മെയിൽസിലാണെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ, അതായത് ഗമീറ്റ്സിന്റെ ഫോർമേഷൻ ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൺട്രോൾ ചെയ്യുക. വേണമെങ്കിൽ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. മെയിൽസിൽ ഗമീറ്റ് ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ആരാണ്? സ്പേം ആണ്. ഫീമെയിൽ ഗമീറ്റ് ഓവം അഥവാ എഗ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, ബിക്കോസ് അതെല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി പ്രൊലാക്ടിൻ. പ്രൊലാക്ടിൻ എന്ന് പറയുമ്പോൾ ലാക്ടിൻ, ലാക്ടോസ് എന്താണ്? മിൽക്കിൽ കാണുന്നതാണ്. അപ്പോൾ വിമനില് മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? ദാറ്റ് ഇസ് പ്രൊലാക്ടിൻ. ഇതേ ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം. സ്ത്രീകളില് മിൽക്കിന്റെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏത്? മിൽക്ക് പ്രൊഡക്ഷന് പ്രൊലാക്ടിൻ ആണോ വേണ്ടത്? മിൽക്ക് മാമറി ഗ്ലാൻഡ് അഥവാ ബ്രസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. കൺഫ്യൂസിംഗ് ആണ്. മിൽക്ക് എന്ന് കാണുമ്പോഴേ നമ്മൾ പ്രൊലാക്ടിൻ എഴുതി വെക്കും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കാം. മിൽക്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് പ്രൊലാക്ടിൻ, വിച്ച് ഇസ് കംസ് ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി മിൽക്കിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിൽക്കിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ഓക്സിറ്റോസിൻ കൂടാതെ, ഓക്സിറ്റോസിന് ഈ മിൽക്ക് സെക്രീഷൻ മാത്രമല്ല, ലേബറിന്റെ ടൈമില്, ഡെലിവറിയുടെ ടൈമില് നമ്മുടെ യൂട്ടറൈൻ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നതും ഓക്സിറ്റോസിൻ ആണ്. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് യൂട്ടറൈൻ മസിൽസിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ഡ്യൂറിങ് ഡെലിവറി? അത് ഓക്സിറ്റോസിൻ ആണ്. വാസോപ്രസിൻ മറ്റൊരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ, വാസോപ്രസിന്റെ മറ്റൊരു പേരെന്താണ്? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ആന്റി ഡൈയൂററ്റിക് എന്ന് പറഞ്ഞാൽ ഡൈയൂറസിസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഡൈയൂറസിസ് മീൻസ് ഒരുപാട് യൂറിൻ പോകുന്നതിനെയാണ് ഡൈയൂറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ, ഈ രണ്ടു പേരും ഓർത്ത് വെക്കണം, ബിക്കോസ് ക്വസ്റ്റ്യൻ ഏത് പേരിൽ വേണമെങ്കിലും ചോദിക്കാം. വാസോപ്രസിൻ എന്ന് ചോദിച്ചാലും ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് ചോദിച്ചാലും ഒരാളാണ്. ഇവർ ചെയ്യുന്ന എന്താണ്? നമ്മുടെ വാട്ടറിനെ കൺസേർവ് ചെയ്യും. യൂറിൻ വഴി ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നത് ഇവര് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും കിട്ടുക, അതായത് യൂറിൻ വോളിയം വളരെ കുറവായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു ചാർട്ട് അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടുന്ന് കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ആക്ച്വലി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഒരു ഹോർമോണും സിന്തസൈസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ ഒക്കെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഹൈപ്പോ തലാമസിൽ നിന്നാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു രണ്ട് ഹോർമോൺ എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്? ഇനി നേരെ മറിച്ച് വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും റിലീസ് ചെയ്യുന്നത്? സിന്തസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോ തലാമസ്. ഇനി സ്റ്റോർ ചെയ്യുന്നത് എവിടെ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ രണ്ട് ഹോർമോണും റിലീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. കൺഫ്യൂസ്ഡ് ആവരുത്, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ ഈ ഒരു ചാർട്ട് അതേപോലെ പഠിക്കാം.
ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ഓവം ഡെവലപ്സ് ഇൻസൈഡ് എ. എവിടെയാണ് ഓരോ ഓവവും ഡെവലപ്പ് ചെയ്യുക? ആ ഒരു ഭാഗം എൻലാർജ് ചെയ്ത് ഫൈനലി റപ്ചർ ചെയ്ത് മെച്ചുവേർഡ് എഗിനെ റിലീസ് ചെയ്യും. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം പ്രൈമോഡിയൽ ഫോളിക്കിൾ വളർന്ന പ്രൈമറി ഫോളിക്കിൾ ആവും, പ്രൈമറി ഫോളിക്കിൾ വളർന്ന സെക്കൻഡറി ഫോളിക്കിൾ ആവും, അത് വളർന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ അഥവാ മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. അത് റപ്ചർ ചെയ്യും ഓവുലേഷന്റെ സമയത്ത്. അങ്ങനെ ആ ഒരു ഓവം റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ ഒരു റപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കോർപ്പസ് ലൂട്ടിയം ആയി മാറും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ്. കോർപ്പസ് ലൂട്ടിയം കുറച്ച് നാൾ കഴിയുമ്പോൾ കോർപ്പസ് ആൽബിക്കൻസ് ആയി മാറും. ഇതാണ് ഒരു ഓവത്തിന്റെ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന കണ്ടോ, ഒരു ഓവം ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാണ് ഡെവലപ്പ് ചെയ്യുക? ഓവം ഫൈനലി ഓവം ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിയുടെ ഉള്ളിലെ ഫോളിക്കിളിലാണ്. ഓക്കെ, ഇനിയിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിളിനെ പറയുന്ന പേരെന്ത്? ഇറ്റ്സ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി ഏത് ദിവസമാണ് ഈ ഒരു ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ആവുക? അത് ഒരു ടിപ്പിക്കൽ മെൻസ്ട്രൽ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തെ സൈക്കിൾ ആയിരിക്കും. ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യാം. ആവറേജ് കണക്ക് പ്രകാരം 28 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളില് 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും. ഓവുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെ? അവിടെ നമുക്ക് LH വേണം, FSH വേണം. ഇനി ഫോളിക്കിളിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. കോർപ്പസ് ലൂട്ടിയം ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ കോർപ്പസ് ലൂട്ടിയം, ലൂട്ടിനൈസിങ് ഹോർമോൺ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ആഫ്റ്റർ ഓവുലേഷൻ ഈ ഒരു റെമനൻസ് മീൻസ് അവശിഷ്ടങ്ങൾ, ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള ഭാഗങ്ങൾ ചേർത്തിട്ട് രൂപപ്പെടുന്ന പാർട്ട് അത് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന ഹോർമോൺ അത് പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയത്തിന് ശേഷം കോർപ്പസ് ലൂട്ടിയം എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്? കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു സ്കാർ ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇങ്ങനെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ. യെസ് മാം. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് യൂട്ടറൈൻ വോൾ. എൻഡോമെട്രിയം ആണ് ആൻസർ. പക്ഷെ നമ്മൾ അത് മാത്രം പഠിച്ചു പോകരുത്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് യൂട്രൈൻ വോൾ. യൂട്രസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? പെരിമെട്രിയം. വേണമെങ്കിൽ ചോദിക്കാം മസിൽ ലെയർ ഏതാണ്? യൂട്രൈൻ വോളിന്റെ യെസ്, എന്തെങ്കിലും ഡൗട്ട് ആയിരുന്നോ? ഹലോ. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? പെരിമെട്രിയം. സോറി, ആരാ ചോദിച്ചിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ ആണോ? മസിൽ ലെയറും മയോമെട്രിയും അല്ലേ? ഹലോ.
മയോമെട്രിയം ആണോ മസിൽ ലെയർ? അതെ അതെ, മസിൽ ലെയർ മയോമെട്രിയം. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മസിലിനെയാണ് നമ്മൾ മയോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു മസിൽ. ഓക്കെ, അപ്പൊ മസിൽ ലെയർ ചോദിച്ചാൽ മയോമെട്രിയം, ഔട്ടർ ലെയർ ചോദിച്ചാൽ പെരിമെട്രിയം, ഇന്നർ ലെയർ ചോദിച്ചാൽ എൻഡോമെട്രിയം. ഇത് മൂന്നും പഠിച്ചു വയ്ക്കാം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പോ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് യൂട്ടറൈൻ വോൾ, അതേതാണ്? എൻഡോമെട്രിയം. ഔട്ടർ മോസ്റ്റ് പെരിമെട്രിയം, മിഡിൽ ലെയർ അഥവാ മസിൽ ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയോമെട്രിയം. മുഫീദ് ചോദിച്ചത് തേർഡ് ക്വസ്റ്റ്യൻ ആണോ? കണ്ടില്ല. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. ഇതെന്താണെന്നാണോ പറയേണ്ടത്? ഓക്കെ ഓക്കെ ഓക്കെ. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡിനെ വിളിക്കുന്ന പേരെന്ത്? ഒരു മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡ്, അതിനെ പറയുന്ന പേരാണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ്. ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചു വെക്കണം. കാർഡിയാക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ഇവിടെ ഹാർട്ട് റേറ്റ് നോർമൽ വാല്യൂ എത്രയാണെന്ന് പഠിച്ചു വെക്കാം, കാരണം അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതായിരിക്കും. നോർമൽ ഹാർട്ട് റേറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇനി സ്ട്രോക്ക് വോളിയം ഇതേപോലെ, ഇപ്പോൾ നിങ്ങൾക്ക് കാർഡിയാക് ഔട്ട്പുട്ട് ആണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ അടുത്ത തവണ ചിലപ്പോൾ സ്ട്രോക്ക് വോളിയത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അതായത് ഒരു സിസ്റ്റോളിന്റെ സമയത്ത്, അതായത് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയം, അതാണല്ലോ സിസ്റ്റോള്. സിസ്റ്റോളിന്റെ സമയത്ത് നമ്മുടെ ഹാർട്ടിൽ നിന്ന്, എസ്പെഷ്യലി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ഔട്ട് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡ്, ഇതിനെ വിളിക്കുന്ന പേരെന്ത്? ഇത് സ്ട്രോക്ക് വോളിയം. ഓക്കെ, സ്ട്രോക്ക് വോളിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ? പ്രീലോഡ്, കൺട്രാക്ടിലിറ്റി, ആഫ്റ്റർ ലോഡ്. ഇനി കാർഡിയാക് ഔട്ട്പുട്ടിന്റെ നോർമൽ വാല്യൂ എത്ര, അതും ചോദിക്കാം. ഒരു മിനിറ്റിൽ 4 to 8 ലിറ്റേഴ്സ് ആണ് ഇത്തരത്തില് നമ്മുടെ ഹാർട്ട് ഇജക്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഇതിൽ ഏത് ചോദിച്ചാലും എഴുതുമല്ലോ. 3 ലെയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെയിം ദ ടൈനി സ്ട്രാൻഡ്സ് ഓഫ് പ്രോട്ടീൻ ദാറ്റ് പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ ദി ഷേപ്പ് ഓഫ് സെൽ. അതായത് ഒരു സെല്ലിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നത്, അതേപോലെ ആ സെല്ലിന്റെ പെർട്ടിക്കുലർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈനി സ്ട്രാൻഡ്സ് ഓഫ് പ്രോട്ടീൻ, ഇതിനെ പറയുന്ന പേരെന്ത്? ചോദിച്ചിരിക്കുന്നത് ആരെ പറ്റിയാണ്? സൈറ്റോസ്കെലിറ്റനെ പറ്റിയാണ്. നമ്മള് സെല്ലിന്റെ കമ്പോണൻസ് പഠിക്കുന്ന ഒരാളാണ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റന്റെ ഫങ്ഷൻ എന്ത്? അവർ തന്നെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഓരോ കമ്പോണന്റിന്റെയും, ഇപ്പോ പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ആര്? മൈറ്റോകോൺട്രിയ. യെസ്. അപ്പോ അതേപോലെ ഓരോ സെൽ കമ്പോണന്റിന്റെയും ഫങ്ഷൻ നിങ്ങൾ ഓർത്തു വെക്കുക, കാരണം ഇതേപോലെ അവര് വേറെ കമ്പോണൻസിന്റെ ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സൈറ്റോസ്കെലിറ്റൻ ആണ്. അപ്പൊ സൈറ്റോസ്കെലിറ്റൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രഷപ്പ് ചെയ്യാം. അപ്പൊ സൈറ്റോസ്കെലിറ്റൻ, സൈറ്റോ മീൻസ് എന്താണ്? സെല്ല്. സ്കെലിറ്റൻ എന്താണ്? ഇപ്പൊ നമ്മുടെ സ്കെലിറ്റൻ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് അല്ലെ. സ്കെലിറ്റൻ ഇല്ല എങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പില്, നമ്മുടെ ഹ്യൂമൻസിൻ്റെതായിട്ടുള്ള ഷേപ്പിൽ ഇരിക്കത്തില്ല. അതേപോലെയാണ്
സെല്ലിനെ സംബന്ധിച്ച് സൈറ്റോസ്കെലിറ്റൻ സെല്ലിന് പെർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്നു. നമ്മുടെ സ്കെലിറ്റൻ നമുക്കൊരു സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്നുണ്ട്. അതേപോലെ സെല്ലിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന സെല്ലിന്റെ സ്കെലിറ്റൻ ദാറ്റ് ഈസ് സൈറ്റോസ്കെലിറ്റൻ. 3 കമ്പോണൻസ് ആണ് വരുന്നത് ഈ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ. സൈറ്റോസ്കെലിറ്റൻ ബേസിക്കലി കുറെ പ്രോട്ടീൻസിനെ ഇങ്ങനെ, അതായത് വളരെ ചെറിയ പ്രോട്ടീൻസിനെ ഇങ്ങനെ ഓരോ കെട്ടുകളാക്കി വെച്ചിരിക്കുന്നതിനെയാണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. സൈറ്റോസ്കെലിറ്റനിൽ 3 കമ്പോണൻസ് ആണ് വരുന്നത്: മൈക്രോ ഫിലമെന്റ്സ്, മൈക്രോ ട്യൂബ്യൂൾസ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സൈറ്റോസ്കെലിറ്റൻ ഇസ് കൺസിസ്റ്റ് ഓഫ്. സൈറ്റോസ്കെലിറ്റനിൽ ആരൊക്കെയാണ് വരുന്നത്? ഈ 3 പേര് എഴുതി വെച്ചാൽ മതി: മൈക്രോ ഫിലമെന്റ്സ്, മൈക്രോ ട്യൂബ്യൂൾസ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും ഫങ്ഷന് എന്താണ്? ഇപ്പോ മൈക്രോ ട്യൂബ്യൂൾസ് എന്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുക? ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മൈക്രോ ട്യൂബ്യൂൾ ചെയ്തിരിക്കുന്നത് ആക്ടിൻ മോണോമേഴ്സ് വെച്ചിട്ടാണ്. അതായത് ആക്ടിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ചേർത്ത് വെച്ചിട്ടാണ് മൈക്രോ ട്യൂബ്യൂൾ ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. മൈക്രോ ട്യൂബ്യൂൾ ചെയ്തിരിക്കുന്നത് ആക്ടിൻ മോണോമേഴ്സ് വെച്ചിട്ടാണ്. ആക്ടിന്റെ എക്സാക്ട് ഫങ്ഷൻ എന്താണ്? സെൽ ഷേപ്പ് സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് സെല്ലിന്റെ ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, സെല്ലിന്റെ മൂവ്മെന്റ് നടത്തുക. ഓക്കെ, ചിലപ്പോ ഈ ഒരു ഫങ്ഷൻ തന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, അതായത് സെല്ലിന്റെ ഷേപ്പ് സ്റ്റെബിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മൈക്രോ ട്യൂബ്യൂളിന്റെ കമ്പോണന്റ് ഏത്? ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കാം. മൈക്രോ ട്യൂബ്യൂള് ചെയ്തിരിക്കുന്നത് ആക്ടിൻ വെച്ചിട്ടാണ്. ആക്ടിൻ മെയിൻ ആയിട്ടും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സെല്ലിന്റെ ഷേപ്പ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക, അതേപോലെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക. ഇനി ഇന്റർമീഡിയറ്റ് ട്യൂബ്യൂൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു 6 മോളിക്കുലാർ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഫങ്ഷൻ ആങ്കർ ചെയ്ത് നിർത്തുക, അതായത് നമ്മളിങ്ങനെ തൂക്കിടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അതായത് ഈ ചില ഓർഗനൽസ് ഈ മറ്റ് ഓർഗനൽസുമായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് തൂക്കിയിട്ടിരിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളില് ഒരു ആങ്കർ പോലെ ആക്ട് ചെയ്യുകയാണ് ഇന്റർമീഡിയറ്റ് ട്യൂബ്യൂൾസിന്റെ ഫങ്ഷൻ. മാത്രമല്ല ടിഷ്യൂസിന്റെ റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ സെല്ലിന്റെ ഷേപ്പ് സ്റ്റെബിലൈസ് ചെയ്യുന്ന സൈറ്റോസ്കെലിറ്റന്റെ കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? മൈക്രോ ട്യൂബ്യൂൾ. അതേസമയം റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സൈറ്റോസ്കെലിറ്റന്റെ കമ്പോണന്റ് ഏതാണ്? അത് ഇന്റർമീഡിയറ്റ് ട്യൂബ്യൂൾസ്. ഇനി മൈക്രോ ട്യൂബ്യൂൾസ്. മൈക്രോ ട്യൂബ്യൂൾസ് ചെയ്തിരിക്കുന്നത് ട്യൂബുലിൻ എന്ന് പറയുന്ന 2 പ്രോട്ടീൻ വെച്ചിട്ടാണ്. അതായത് ആൽഫ ട്യൂബുലിനും ഉണ്ട്, ബീറ്റ ട്യൂബുലിനും ഉണ്ട്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് പറയാം. മൈക്രോ ട്യൂബ്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ വരും? ആൽഫ ട്യൂബുലിൻ ആൻഡ് ബീറ്റ ട്യൂബുലിൻ, അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇവര് പെർട്ടിക്കുലർലി എന്താണ് ചെയ്യുന്നത്? റിജിഡ് ഇന്റേണൽ സ്കെലിറ്റൻ, മോട്ടോർ പ്രോട്ടീൻസിന്റെ ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ രീതിയിൽ പഠിച്ചു. ഇപ്പൊ സൈറ്റോസ്കെലിറ്റൻ എന്നുള്ള ഒറ്റ ആൻസറിൽ നിന്നാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയത്. ഇതേപോലെ ഓരോ കമ്പോണൻസും നിങ്ങൾ പഠിക്കാം. ഓക്കെ, നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോ കമ്പോണൻസിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാർട്ടിലേജ് ആണ്. നെയിം ദി ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഫൗണ്ട് ഓൺ ദി സർഫസ് പാർട്ട് ഓഫ് ബോൺ ദാറ്റ് ഫോം ജോയിന്റ്സ്. കുറച്ച് നീട്ടി വലിച്ച് ചോദിച്ചെങ്കിലും എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ ബോണിന്റെ സർഫസ് പാർട്ട് ഏതാണ്? ബോണിന്റെ ഈ ഒരു ഔട്ടർ ഭാഗത്ത് കാണുന്ന
ഒരു കാർട്ടിലേജ്. ആ കാർട്ടിലേജ് ആണ് ജോയിൻസ് ഒക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ജോയിൻസിന് പറയുന്ന പേരാണ് ആർട്ടിക്കുലേഷൻ. അപ്പൊ ജോയിൻസ് ഫോം ചെയ്യുന്ന കാർട്ടിലേജ് ആർട്ടിക്കുലാർ കാർട്ടിലേജ്. എടുത്തു പറഞ്ഞിട്ടുണ്ട് ബോണുകളുടെ സർഫസിൽ കാണുന്ന ടൈപ്പ് ഓഫ് കാർട്ടിലേജ്, ദാറ്റ് ഈസ് ഹയലിൻ കാർട്ടിലേജ്. മെയിൻ ആയിട്ട് 3 തരം കാർട്ടിലേജുകളാണ് ഉള്ളത്: ഇലാസ്റ്റിക് കാർട്ടിലേജ്, ഹയലിൻ കാർട്ടിലേജ്, ഫൈബ്രസ് കാർട്ടിലേജ്. ഇലാസ്റ്റിക് കാർട്ടിലേജിന്റെ ലൊക്കേഷൻ, ഇലാസ്റ്റിക് കാർട്ടിലേജ് നമ്മുടെ ചെവി, അതായത് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നൊക്കെ പറയും. നമുക്കിപ്പോ ചെവിയില് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചെവിയുടെ ഔട്ടർ ഭാഗം, ദാറ്റ് ഇസ് ഓറിക്കിൾ. ഇവിടെ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ് ഉള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ കാണുന്ന ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഏത്? ദാറ്റ് ഇസ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇനി എപ്പിഗ്ലോട്ടിസിൽ കാണുന്ന കാർട്ടിലേജ് ഏത്? ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഈ എക്സ്റ്റേണൽ ഇയർ, എപ്പിഗ്ലോട്ടിസ്, ഈ 2 ലൊക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന കാർട്ടിലേജ് ഏത് എന്നുള്ള രീതിയിൽ എടുത്തു ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഓഡിറ്ററി ട്യൂബ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്. ഈ 2 ഭാഗത്തു നിന്നും അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. പക്ഷെ ഓറിക്കിൾ ആൻഡ് എപ്പിഗ്ലോട്ടിസിന്റെ ഭാഗത്ത് കാണുന്ന കാർട്ടിലേജ്, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഇനി ഹയലിൻ കാർട്ടിലേജ് കാണുന്നത് എവിടെ? ഹയലിൻ കാർട്ടിലേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ബോണുകളുടെ സർഫസ് പാർട്ടില്, അതായത് ഔട്ടർ പാർട്ടിൽ കാണും. അതാണ് അവിടെ എഴുതിയിരിക്കുക, ബോൺ സർഫസസ് അറ്റ് സൈനോവിയൽ ജോയിന്റ്സ്. ദെൻ നമ്മുടെ റിബുകളുടെ ടിപ്പില്, അതായത് നമ്മൾക്ക് അറിയാം തൊറാസിക് കേജ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റേണവും റിബുകളും. അപ്പൊ ഈ റിബിന്റെ ടിപ്പും അതേപോലെ സ്റ്റേണത്തിന്റെ ഇടയിൽ കാണുന്ന കാർട്ടിലേജ് ഹയലിൻ കാർട്ടിലേജ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മൾ പറഞ്ഞ എന്താണ്? റിബുകളുടെ ടിപ്പും സ്റ്റേണവും ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ വൈറ്റ് കളർ പോർഷൻ കണ്ടോ? ഇത് ആക്ച്വലി ഒരു കാർട്ടിലേജ് ആണ്. നമ്മൾ കോസ്റ്റൽ കാർട്ടിലേജ് എന്ന് പേര് വിളിക്കും. ഇത് ആക്ച്വലി ഏത് ടൈപ്പിലുള്ള കാർട്ടിലേജ് ആണ് ഈ കോസ്റ്റൽ കാർട്ടിലേജ്? അത് ഹയലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, അപ്പോ സ്റ്റേണത്തിലെ ഈ ഒരു സ്റ്റേണത്തിനും ബോണുകൾക്കും ഇടയിൽ വരുന്ന കാർട്ടിലേജ് ഏതാണ്? ഏത് ടൈപ്പ് കാർട്ടിലേജ് ആണ്? ഏതാണെന്ന് ചോദിച്ചാൽ അത് കോസ്റ്റൽ കാർട്ടിലേജ് ആണ്. ഏത് ടൈപ്പിലുള്ള കാർട്ടിലേജ് ആണെന്ന് ചോദിച്ചാൽ അത് ഹയലിൻ കാർട്ടിലേജ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒറ്റ ഭാഗത്തുനിന്ന്. സ്റ്റേണത്തിനും റിബിനും ഇടയിലുള്ള കാർട്ടിലേജിന്റെ പേരെന്ത്? ദാറ്റ് ഇസ് കോസ്റ്റൽ കാർട്ടിലേജ്. ഏത് ടൈപ്പ് കാർട്ടിലേജ്? അത് ഹയലിൻ കാർട്ടിലേജ്. മാറിപ്പോവരുത്. അപ്പൊ ബോൺ സർഫസിൽ കാണുന്നത്, അതേപോലെ റിബിനും സ്റ്റേണത്തിനും ഇടയിൽ കാണുന്ന കാർട്ടിലേജ്, ദെൻ ലാരിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാർട്ടിലേജ്, ട്രക്കിയ ആൻഡ് ബ്രോങ്കൈയിൽ കാണുന്ന കാർട്ടിലേജ്, നെയ്സൽ സെപ്റ്റത്തിന്റെ ഭാഗം. ഈ ഹയലിൻ കാർട്ടിലേജിന്റെ ലൊക്കേഷൻ നിങ്ങൾ മെയിൻ ആയിട്ടും ഓർത്തിരിക്കേണ്ടത് ആദ്യത്തെ ഈ 2 പോയിന്റും പിന്നെ നമ്മുടെ നെയ്സൽ സെപ്റ്റോ. ഓക്കെ, നെയ്സൽ സെപ്റ്റത്തില് കാണുന്ന കാർട്ടിലേജ് ഹയലിൻ കാർട്ടിലേജ്. ഇനി ഫൈബ്രസ് കാർട്ടിലേജ്. ഫൈബ്രസ് കാർട്ടിലേജ് നമ്മുടെ വേർട്ടിബ്രയുടെ ഇടയിൽ, നമുക്കറിയാം കുറെ വേർട്ടിബ്രെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടാണ് നമ്മുടെ വേർട്ടിബ്രൽ കോളം ചെയ്തിരിക്കാം, നമ്മുടെ നട്ടെല്ല് ചെയ്തിരിക്കുന്ന. ഈ ഓരോ വെർട്ടിബ്രയുടെയും ഇടയില് ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയും. ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിൽ കാണുന്ന കാർട്ടിലേജ് ആണ് ഫൈബ്രസ് കാർട്ടിലേജ്. ഇനി നീ ജോയിന്റ്, നമ്മുടെ മുട്ട്, ആ ഒരു നീ ജോയിന്റിന്റെ പാഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഫൈബ്രസ് കാർട്ടിലേജ് ആണ്.
ഓക്കെ, അപ്പം ഇത് നീ ജോയിന്റ്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഏത്? ഈ രണ്ട് ലൊക്കേഷൻ ഒന്ന് ഓർത്തു വെക്കാം. ഈ നീ ജോയിന്റിന്റെ ഉള്ളിലെ പാഡും ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, ഈ രണ്ട് ലൊക്കേഷനിൽ കാണുന്ന ടൈപ്പ് ഓഫ് കാർട്ടിലേജ് അത് ഫൈബ്രസ് കാർട്ടിലേജ് ആണ്. ഓക്കെ, അപ്പം കാർട്ടിലേജിന് നമുക്ക് മൂന്നെണ്ണം ഉണ്ട്: ഇലാസ്റ്റിക്, ഹയലിൻ, ഫൈബ്രസ്. ഇലാസ്റ്റിക് എക്സ്റ്റേണൽ ഇയറില്, എപ്പിഗ്ലോട്ടസില്; ഹയലിൻ കാർട്ടിലേജ് ബോൺ സർഫസില്, ദെൻ റിബ് ആൻഡ് സ്റ്റേണത്തിന് ഇടയില്; പിന്നെ ഫൈബ്രസ് കാർട്ടിലേജ് നീ ജോയിന്റിന്റെ ആ പാഡും അതേപോലെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കും, ഇത് രണ്ടും ഫൈബ്രസ് കാർട്ടിലേജ് ആണ്. ഇനി അടുത്തത് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഏകദേശം ഒരു 1 lakh to 4 lakh ആണ് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡിൽ കാണുന്നത്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് എപ്പോഴും ലക്ഷങ്ങളുടെ കണക്കായിരിക്കും. ഇനി RBC നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നോർമൽ RBC കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മില്യൺസിന്റെ കണക്കായിരിക്കും. മെയിൽസിൽ ഇത്ര, ഫീമെയിൽസിൽ ഇത്ര. എന്നാൽ WBC ആയിരങ്ങളുടെ കണക്കേ ഉള്ളൂ. അതായത് ഒരു 4000 തൊട്ട് ഒരു 11,000 പെർ മൈക്രോ ലിറ്റർ. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോകരുത്. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ലക്ഷങ്ങളുടെ കണക്കായിരിക്കും, RBC ആണെങ്കിൽ മില്യൺസ് പെർ മൈക്രോ ലിറ്റർ എന്നുള്ള രീതിയിലായിരിക്കും. WBC ആണെങ്കിൽ 1000ന്റെ കണക്കാണ്, 4000 തൊട്ട് 11,000 പെർ മൈക്രോ ലിറ്റർ. ഈ നോർമൽ റേഞ്ചുകൾ പഠിക്കാം. ഇവിടെ വിട്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ നോർമൽ കൗണ്ടും പഠിക്കാം. ഇപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്. WBC ഇൻഫെക്ഷൻ ഇൻഡിക്കേറ്റർ ആണ്. RBC ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. RBCയുടെ നോർമൽ ലൈഫ് സ്പാൻ എത്ര? 120 days. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഹീമോഗ്ലോബിൻ, നമ്മുടെ RBCയിൽ തന്നെ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആള് ഹീമോഗ്ലോബിൻ ആണ്. ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാം? 4 എണ്ണം. ഇതെല്ലാം വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി നെയിം എ ബ്ലഡ് കോർപ്പസിൽ ഹാവിംഗ് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ്. അനാട്ടമി വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അതായത് മൾട്ടി ലോബുകളുള്ള, ഒന്നിലധികം ലോബുകളോട് കൂടിയ ന്യൂക്ലിയസ് ഉള്ള ബ്ലഡ് സെൽ ഏത്? ന്യൂട്രോഫിൽ ആണ്. പക്ഷെ നമുക്ക് ഇതെല്ലാം പഠിക്കണം. നമ്മുടെ WBCനെ ഗ്രാനുലോസൈറ്റ്സ് എന്നും എഗ്രാനുലോസൈറ്റ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഗ്രാന്യൂൾസ് ഉള്ളവയും ഗ്രാന്യൂൾസ് ഇല്ലാത്തവയും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഗ്രാന്യൂൾ കാണുന്നുണ്ട് ഈ 3 എണ്ണത്തിന്. അപ്പൊ അതെന്തായിരിക്കും? ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ഏതൊക്കെ? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. എഗ്രാനുലോസൈറ്റ്സ് ഏതൊക്കെ? മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്. വൺ വേർഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദി കാറ്റഗറി ഓഫ്. ഏത് കാറ്റഗറിയിലാണ് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും വരുന്നത്? എഗ്രാനുലോസൈറ്റ്സ്. എഗ്രാനുലോസൈറ്റ്സ് ഓഫ് ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിന് പറയുന്ന മറ്റൊരു പേരാണ് ല്യൂക്കോസൈറ്റ്സ്. RBCക്ക് പറയുന്ന പേര് റെഡ് ബ്ലഡ് സെൽസ്, എറിത്രോസൈറ്റ്. ഇങ്ങനെ ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പഠിക്കാം. ഇവിടെ ഈ ഒരു സാധനം നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടോ? മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള സെൽ ഏത്? എഴുതി വെച്ചിട്ടുണ്ട്, മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ്, ന്യൂട്രോഫിൽ. ഓക്കെ, ഇനി 2 ലോബുകളോട് കൂടിയ ന്യൂക്ലിയസ് ഉള്ളത് ആര്? ഈസ്നോഫിൽ. ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്, പക്ഷെ അത് കാണാനായിട്ട് ആക്ച്വലി 2 ലോബുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഈസ്നോഫിലിൽ നമുക്കറിയാം, ഈ ഒരു ഫോണിന്റെ പോലെ ഒരു 2 ലോബുകൾ നമുക്ക് കാണാം. അതേസമയം ബേസോഫിലില് 2 ലോബുകളുണ്ട്, പക്ഷെ അത് ഒറ്റ ലോബായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ചിലപ്പോ അങ്ങനെയും ചോദിക്കാം. അത് ഏതാണെന്ന് ചോദിച്ചാൽ ബേസോഫിൽ.
ഓക്കെ, ഇനി മോണോസൈറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, മോണോസൈറ്റിന്റെ ന്യൂക്ലിയസ് ആക്ച്വലി കിഡ്നി ഷേപ്പിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ഉള്ള ബ്ലഡ് കോർപ്പസിൽ ഏത്? ദാറ്റ് ഈസ് മോണോസൈറ്റ്. ഇവർക്ക് ഗ്രാന്യൂൾസ് ഇല്ല. ഇനി ലിംഫോസൈറ്റില് ലാർജ് സ്പെറിക്കൽ ന്യൂക്ലിയസ് ആണുള്ളത്. അപ്പൊ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ കിട്ടി. ലാർജ് സ്പെറിക്കൽ ന്യൂക്ലിയസ് ഉള്ള ലിംഫോസൈറ്റ്, എൽ സ്റ്റാൻഡ്സ് ഫോർ ലാർജ്. ഓക്കെ, ഇവിടെ മൾട്ടി ലോബ്ഡ് വരുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ, ന്യൂട്രോഫിൽ ആണ്. MN, മൾട്ടി ലോബ്ഡ് ന്യൂട്രോഫിൽ, MN. ഈസ്നോഫില് നമ്മുടെ ഫോണിന്റെ ഷേപ്പ് പോലെയാണ്, നമ്മുടെ ടെലിഫോൺ ഉണ്ടല്ലോ അതിന്റെ ഷേപ്പ് പോലെയാണ്, ബൈലോബ്ഡ് ആണ്. ബേസോഫില് ബൈലോബ്ഡ് ആണ്, ബി സ്റ്റാൻഡ്സ് ഫോർ ബൈലോയിഡ്, ബൈലോബ്ഡ്. ബേസോഫിൽ ബൈലോബ്ഡ്, പക്ഷെ അത് ഒരു ലോബായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. മോണോസൈറ്റ് കിഡ്നി ഷേപ്പാണ്, ലിംഫോസൈറ്റ് ലാർജ് സ്പെറിക്കൽ. ഓക്കെ, അപ്പോ ഈ ഒരു ചാർട്ടും പഠിക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ബ്ലഡ് വെസൽ, ആർട്ടറി ആയാലും വെയിൻ ആയാലും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? ട്യൂണിക്ക എക്സ്റ്റേണ. എക്സ്റ്റേണൽ ലെയർ, ഔട്ടർ മോസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് എക്സ്റ്റേണ, ട്യൂണിക്ക എക്സ്റ്റേണ. മിഡിൽ ലെയർ ഏതായിരിക്കും? മീഡിയ, ട്യൂണിക്ക മീഡിയ. ഇന്നർ ലെയർ ഏതായിരിക്കും? ട്യൂണിക്ക ഇന്റിമ. ഓക്കെ, ട്യൂണിക്ക ഇന്റിമ ചെയ്തിരിക്കുന്നത് എൻഡോത്തീലിയം, സബ് എൻഡോത്തീലിയൽ ലെയർ, ഇന്റേണൽ ഇലാസ്റ്റിക് മെംബ്രെയിൻ. ആർട്ടറിയില് ഏത് തരം ബ്ലഡ് ആണ് ഒഴുകുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇതിനൊരു എക്സെപ്ഷൻ വരുന്നത് എവിടെയാണ്? അത് ചിലപ്പോൾ ഒരു വൺ വേർഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് ആർട്ടറിയിലൂടെയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്? ഏത് ആർട്ടറി വഴിയായിരിക്കും? പൾമണറി ആർട്ടറി വഴി. ബാക്കി എല്ലാ ആർട്ടറി വഴിയും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഒഴുകുന്നത്. ഈ പൾമണറി ആർട്ടറി വഴി മാത്രം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പോകുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. വെയിനിലൂടെ ഒഴുകുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ വെയിനിൽ കൂടി മാത്രമേ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഒഴുകത്തുള്ളൂ, അത് പൾമണറി വെയിൻ ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, ഈ ലെയേഴ്സ് ഓർത്ത് വെക്കുക. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ECG. ECGയിൽ നമുക്കറിയാം കുറെ വേവ്സുകള്, സെഗ്മെന്റുകള്, ഇന്റർവെൽസ് ഒക്കെ വരുന്നതാണ്. ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൻട്രിക്കുലാർ റീപോളറൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ECG വേവ് ഏതാണ്? നമുക്ക് മെയിൻ ആയിട്ട് പി വേവ് വരുന്നുണ്ട്. പി വേവ് ആക്ച്വലി ഏട്രിയൽ ഡീപോളറൈസേഷനെയാണ് കാണിക്കുക, അതായത് ഏട്രിയയുടെ ഡീപോളറൈസേഷനെയാണ് കാണിക്കുക. ഇനി QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷനെയാണ്. ടി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. പി വേവ്, QRS കോംപ്ലക്സ്, ടി വേവ്. ഇനി PR ഇന്റർവെൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇത് ഡിലേ ഓഫ് AV നോഡ്, അതായത് വെൻട്രിക്കിൾസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ AV നോഡ് ഓപ്പൺ ആവണം, അല്ലെ? SA നോഡിൽ നിന്ന് ഇമ്പൾസ് ഉണ്ടാവുന്നു, അത് AV നോഡിലേക്ക് എത്തുന്നു. AV നോഡ് സമ്മതിച്ചാൽ മാത്രമേ ഈ വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റൂ. അപ്പോ അവിടെ ഒരു ചെറിയ ഡിലേ ഉണ്ട്. ആ ഡിലേനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് PR ഇന്റർവെൽ.
ഓക്കെ, ഇനി എസ് ടി സെഗ്മെന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വെൻട്രിക്കിൾ റീപോളറൈസേഷന്റെ ബിഗിനിങ്ങിനെയാണ് കാണിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പി വേവ് ആണെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ, ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷൻ, ടി വേവ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ. ഇനി ബൈലിന്റെ റിസർവോയർ ആരാണ്? ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഏതാണ്? ദാറ്റ് ഈസ് ഗോൾ ബ്ലാഡർ. എന്നാൽ ഈ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് ഗോൾ ബ്ലാഡർ ആണോ? അല്ല, നേരെ മറിച്ച് ലിവർ. ഗുഡ് ഗുഡ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനി ഈ ഒരു ബൈല് എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുന്നത്? ഉണ്ടാവുന്നത് ലിവറിലാന്ന് പറഞ്ഞു. ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈലിന്റെ ഒരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ ആണെന്ന് പറഞ്ഞു. ഈ ബൈല് റിലീസ് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടേക്കാണ്? അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ഓക്കെ, അപ്പൊ ബൈലിന്റെ ഇത്തരം കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പ്രൊഡക്ഷൻ ലിവറില് സ്റ്റോറേജ് അഥവാ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ, റിലീസ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ബൈല് എന്തിന്റെ ഡൈജഷൻ ആണ് ഹെൽപ്പ് ചെയ്യുക? ലിപ്പിഡ്സിന്റെ, ഫാറ്റിന്റെ. ബൈൽ എന്താണ് ഈ ഫാറ്റിന്റെ ഡൈജഷനിൽ ചെയ്യുന്നത്? ബൈല് എമുൾസിഫൈ ചെയ്യും ഫാറ്റിനെ. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക, ബിക്കോസ് അതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഫാറ്റ് എമുൾസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആര്? അല്ലെങ്കിൽ ലിപ്പിഡ് എമുൾസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആര്? സിമ്പിൾ, ബൈല്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം പ്രസന്റ് ഇൻ ഗാസ്ട്രിക് ജ്യൂസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദാറ്റ് ഇസ് പെപ്സിൻ. പെപ്സിന്റെ ഇനാക്റ്റീവ് ഫോം പെപ്സിനോജൻ. ഇനാക്റ്റീവ് പെപ്സിനോജനെ പെപ്സിനായി മാറ്റുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇപ്പൊ ഗാസ്ട്രിക് ജ്യൂസ് എന്ന് ചോദിച്ചു. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഉണ്ടോ? ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുണ്ടോ? അപ്പൊ അതെല്ലാം ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ചാർട്ട് പഠിക്കുക. ഇനി നെയിം ദ 10th ക്രേനിയൽ നെർവ്. ക്രേനിയൽ നെർവ് ഓർഡർ അനുസരിച്ച് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാൻ പറ്റില്ല, കാരണം ഇതേപോലെ എടുത്തു ചോദിക്കാം. 10ാമത്തെ ക്രേനിയൽ നെർവ് ഏതാണ്? 10ാമത്തേത് വാഗസ് നെർവ് ആണ്. വാഗസ് നെർവിന്റെ പ്രത്യേകത പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു നെർവ് ആണ് വാഗസ് നെർവ്. ചിലപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെയും വാഗസ് നെർവിനെ ചോദിക്കാം. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലെ മെയിൻ ഇന്നർവേഷൻ ഏതാണ്? ദാറ്റ് ഈസ് വാഗസ് നെർവ്. ഇനി ബാക്കി ഇപ്പൊ 7ാമത്തെ നെർവ് ഏതാണ്? ഫേഷ്യൽ നെർവ്. ഇത് ഒരു നിമോണിക് അനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് ആ നിമോണിക് വെച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്ക്. അപ്പോൾ ഈ 12 പേര് ക്രേനിയൽ നെർവ്സ് അതേ ഓർഡറിൽ പഠിക്കാം. അന്നേരം പഠിക്കുമ്പോൾ നമുക്ക് ഏത് പെറുക്കി പെറുക്കി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഫങ്ഷൻ വെച്ചും ചോദിക്കാം. ഇപ്പോ ഒൽഫാക്ഷന് വേണ്ട ക്രേനിയൽ നെർവ്, അതൊക്കെ വളരെ സിമ്പിൾ ആയി പോവും. ഒൽഫാക്ടറി നെർവ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ഒക്കെ ഐ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഏത്? അത് 3ാമത്തെ നെർവാ, ഒക്യുലോ മോട്ടോർ. ഒക്യുലോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഐ, മോട്ടോർ മീൻസ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫങ്ഷൻ വെച്ചും നമുക്ക് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. മേജർ ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് വേണ്ട എൻസൈംസ് ഏതൊക്കെ? ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ? അവര് എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുന്നത്? അവര് pH എന്താണ്? ഓക്കെ, ഇപ്പൊ pH എന്താണെന്ന് പഠിച്ചില്ല എങ്കിൽ കൂടി ബാക്കിയുള്ള 3 പോയിന്റ്സ്, ഓരോ എൻസൈമും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലവും അത് റിലീസ് ചെയ്യപ്പെടുന്ന സ്ഥലവും പഠിച്ചു വെക്കുക. ബിക്കോസ് അതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അപ്പൊ ഈ ഒരു ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ വെക്കാം. Last question. Name the specialized cochlear hair cells containing auditory receptors that are involved in hearing. നമുക്കറിയാം ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടിയിലെ ഹെയർ സെൽസ് ആണ്. 2 ടൈപ്പ് ഹെയർ സെൽസ് ഉണ്ട്, ഇന്നർ ഹെയർ സെൽസും ഔട്ടർ ഹെയർ സെൽസും. അതിൽ ആക്ച്വലി ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉള്ള കോക്ലിയർ ഹെയർ സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നർ ഹെയർ സെൽ ആണ്. അപ്പൊ ഔട്ടർ ഹെയർ സെൽ എന്തിനാണ്? ഔട്ടർ ഹെയർ സെൽ ആക്ച്വലി നമ്മുടെ സൗണ്ടിന്റെ ആംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഓഡിറ്ററി റിസപ്റ്റർ അടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കോക്ലിയർ ഹെയർ സെൽ ഏതാണ്? ഇന്നർ ഹെയർ സെൽസ് ഇൻ ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടിയിൽ കാണുന്ന ഇന്നർ ഹെയർ സെൽ. ഇനി സൗണ്ട് ആംപ്ലിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് കോക്ലിയർ ഹെയർ സെൽസ് ഏതാണ്? ഔട്ടർ ഹെയർ സെൽസ് ഓഫ് ഓർഗൻ ഓഫ് കോട്ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടുന്ന് ചോദിക്കാം, ഏറ്റവും ടൈനിയസ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാണ്? അത് നമ്മുടെ ഓഡിറ്ററി ഓസിക്കിൾ ആണ്. ഏതൊക്കെയാണ് ഓഡിറ്ററി ഓസിക്കിൾ? മാലിയസ് ഇൻകസ്. യെസ്, ഗുഡ്. മാലിയസ് ഇൻകസ് സ്റ്റേറ്റസ്. അപ്പൊ ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നമ്മളൊന്ന് ഓർത്ത് വെക്കാം. ബിക്കോസ് അതെല്ലാം ഇതേപോലെ പെറുക്കി പെറുക്കി ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Any doubts? ഹലോ മാം. Yes. മാം 11th ക്വസ്റ്റ്യനില് സൈറ്റോസ്കെൽറ്റനെ പറ്റി മാം പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ മൈക്രോ ട്യൂബ്യൂൾസ് മാം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അപ്പൊ അത് മൈക്രോ ഫിലമെന്റ്സ് അല്ലേ ഒന്ന്? അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ. Yes. ഹലോ യെസ് മാം. ഈ ഒരു സ്ലൈഡ് അല്ലേ ഉദ്ദേശിച്ചത്? മാം ഇത് തന്നെ. ഇതില് മൈക്രോ ട്യൂബ്യൂൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടെന്നല്ലേ? മൈക്രോ ട്യൂബ്യൂൾ, ഓക്കെ, അതൊരു ടൈപ്പിംഗ് എറർ ആണ്. മൈക്രോ ഫിലമെന്റ്സ് ആക്ടിൻ വെച്ചിട്ട് ചെയ്തിരിക്കും. മൈക്രോ ട്യൂബ്യൂൾ ട്യൂബുലിൻ. അപ്പൊ ഇവിടെ നമുക്ക് മൈക്രോ ഫിലമെന്റ്സ് ആയിരിക്കും. ഓക്കെ മാം. മൈക്രോ ട്യൂബുലിൻ ആ ഒരു രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. വേറെ എന്തെങ്കിലും? മാം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഇട്ടുതരാൻ പറ്റുമോ? ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു ക്ലാസ് കയറിയത്. ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ, നമ്മുടെ ആപ്പില് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആക്സസ് ഉണ്ടാവും കേട്ടോ.
ഓക്കെ മാം. ഓക്കെ. അപ്പൊ ആപ്പ് ഡൗൺലോഡ് മിസ് ഒരു മിനിറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് മിസ്സേ. ഷുവർ. ഓക്കെ, നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ജസ്റ്റ് അതുപോലെ തന്നെ 2 സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെക്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് ജസ്റ്റ് നോക്കാം. ബാക്കി ക്ലാസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ ഒരു നമ്പർ അതിൽ വരും. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന കോളേജ് വൈസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫീ ആകത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ടൈം കൊണ്ട് ഫുള്ളായിട്ട് പഠിച്ച് തീർക്കാനും പറ്റും. ഒരു സബ്ജക്റ്റ് 20 മണിക്കൂർ 25 മണിക്കൂറൊക്കെ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യണം എന്നുള്ള സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ കോളേജ് വൈസ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് എന്താ ഗ്രൂപ്പ് ജോയിനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫീസ് നമ്മൾ നോർമൽ ഫീസ് ഇപ്പൊ 2500 ആണ്. ഓക്കെ, അപ്പം ഏറ്റവും കുറഞ്ഞ ഫീല് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇൻഡിവിജ്വൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് കോളേജ് വൈസ് എടുക്കുന്നതാവും നല്ലത്. ഓക്കെ, നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ഇന്നത്തെ ഓക്കെ അല്ലേ ക്ലാസ്? ഇന്ന് ചാറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എഫക്റ്റീവ് അല്ലായിരുന്നോ? ചാറ്റ് ബോക്സ് ബാക്കിയുള്ളവരും കൂടെ 2 പേരെ ഇട്ടോളൂ. ബാക്കിയുള്ള മെസ്സേജ് ചാറ്റ് ബോക്സ് മെസ്സേജ്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഓൾറെഡി കുറെ പേര് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കും പേടിക്കേണ്ട. ഓൾമോസ്റ്റ് എല്ലാ ഇതിന്റെ ഈ ക്ലാസിന്റെ തന്നെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആയി വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഗ്രൂപ്പ് വൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് വൈസ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ കണക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഒരു ഡിവൈസ് ആയിരിക്കും ലിമിറ്റ് ഉള്ളത്, വലിയ ഫീ ആകത്തില്ല. ഓക്കെ, ജസ്റ്റ് കോളേജിൽ ഡിസ്കസ് ചെയ്യുക. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെ ഫുൾ സിലബസ് ഓൾറെഡി നമ്മുടെ ഉണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഓരോ സബ്ജക്ട് 100-ൽ പുറത്ത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് പ്ലസ് അഡീഷണൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെക്ഷന്റെ ബാക്കി കാര്യം മിസ് പറയാം. അപ്പൊ നിങ്ങളൊന്ന് കോളേജ് ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മെസ്സേജ് ചെയ്താൽ മതി. കോളേജ് വൈസ് ക്ലാസ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഫുൾ സബ്ജക്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ശരി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. എല്ലാവരും ഗ്രൂപ്പിലുണ്ടല്ലോ, വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ എല്ലാവരും. ഓക്കെ, ശരി മിസ്, കണ്ടിന്യൂ ചെയ്യാം മിസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Otherwise, we can wind up the session. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?